വിളിക്കും. ഞാൻ പറഞ്ഞു അവനെ കുറച്ച് നാളെ എൻ്റെ കൂടെ കൊണ്ടുപോയി, അപ്പോൾ അവൻ ശുശ്രൂഷയിൽ എന്തെങ്കിലും ചെയ്യട്ടെ. കാര്യം അവന് ഒരു ശുശ്രൂഷാപരമില്ലെങ്കിലും ബേസിക് ആയിട്ട് എല്ലാ മാമോദീസ സ്വീകരിച്ചവന് ശുശ്രൂഷാപരമുണ്ട്. ആൽക്കഹോളിക് ആണെങ്കിലും അവനെ കൊണ്ട് ഞാൻ ഉപയോഗിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നമ്മൾ CD ഒക്കെ കോപ്പി ചെയ്യാനായിട്ട് മെഷീനിൽ ഇവന് CD കോപ്പി ചെയ്തൊക്കെ ചെയ്യും. അവൻ കർത്താവിന് എന്തെങ്കിലും ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോൾ കണ്ടോ അവൻ്റെ ആൽക്കഹോൾ ഇറങ്ങാൻ തുടങ്ങി, അവൻ നല്ല മിടുക്കനായി. അപ്പോൾ ഇവർക്ക് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനാണ് അവർ വന്നത്. അവർക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ ഒരാൾ ആരും കൊണ്ടു നടക്കില്ല. ഒരു ദിവസം അവൻ കള്ളു കുടിച്ചിട്ട് വെളിയില്ലാണ്ട് വന്ന് ഈ പള്ളിയുടെ ഗ്ലാസ്സൊക്കെ അടിച്ചു പൊട്ടിച്ചു. മനസ്സിലായി. ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, സാരമില്ല, അതൊരു അസുഖമാണ്, അവന് മാറ്റാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കൊണ്ടു നടക്കണതാണ്, ക്ഷമിക്കണം, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. ഒന്നും ചെയ്യാനില്ല, അത് ഞങ്ങൾ ഇൻഷുറൻസിൽ നിന്ന് മേടിച്ചോളാം പറഞ്ഞു. കണ്ടോ, ഇങ്ങനെയുള്ളവരെ കൊണ്ട് നടക്കും. ആരെങ്കിലും വീട്ടുകാർ പോലും കൊണ്ടു നടക്കാനായിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാരെയൊക്കെയാണ് നമ്മളെ ചിലപ്പോൾ പറഞ്ഞു. ഈ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥന കഴിയാറായപ്പോൾ ഒരു മീൻ വായിലൊരു കോയിനുമായിട്ട് ഇങ്ങനെ നിൽക്കണ ഒരു ദർശനം കാണുകയാണ്. ഒരു മത്സ്യം നാണയമായിട്ട് വന്നേക്കണം. ഞാൻ എന്താ ഇവരാണ് ആ കാറ് തരുമെന്ന് പറയുന്ന ആള്. നീ ഇവരോട് പറയും ഇങ്ങനൊരു കാറ് വേണമെന്ന് പറയും. അയ്യോ ഞാൻ പറയുന്നില്ല, ഞാൻ പറയില്ല. എനിക്ക് ഭയങ്കര ലജ്ജയാണ് ആൾക്കാരുടെ പൈസ ചോദിക്കാൻ. ഇപ്പൊ അതൊക്കെ പോയിട്ടുണ്ട്. ഇപ്പൊ ഒരു ഇന്റർനാഷണൽ ബെഗറാണ്. എൻ്റെ ഭാര്യ പറയും, എന്തിനാ ജോലി ഉണ്ടായി നല്ല കാശുണ്ടായിരുന്നതൊക്കെ വിട്ടിട്ട് ഇപ്പൊ ഇങ്ങനെ തെണ്ടി നടന്നു. ശരിക്കും ഇന്റർനാഷണൽ ബെഗർ എന്നാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. സ്വർഗത്തിലൊരു വലിയ പേരുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ ചെല്ലുമ്പോ ഞാൻ ഇപ്പോഴേ ഭാവനയിൽ കാണാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോ അവിടെ ഭയങ്കര ഒരു ജനാവലി. വെൽക്കം തോമസ് പോൾ. അപ്പൊ പത്രോസ്, എന്ത് നിങ്ങൾ ഈ ബഹളമൊക്കെ ഉണ്ടാക്കണത്? അല്ലെ തോമസ് പോൾ വരണം കളഞ്ഞില്ലേ? ഞങ്ങളൊക്കെ ഇവിടെ വന്നത് തോമസ് പോളിന്റെ വചനം കേട്ടിട്ട്, കാസറ്റ് കേട്ടിട്ട്, CD കേട്ടിട്ട്, അനിമേഷനൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അതുകൊണ്ട് നമുക്ക് തോമസ് പോളിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി ഞങ്ങളൊക്കെ കൂടിയിരിക്കുകയാണ്. പത്രോസ് സമ്മതിക്കാതിരിക്കോ? രണ്ട് ശക്തിയാ, തോമസും പോളും. ഇത് കേക്ക്, ശബ്ദം കേൾക്കണതിന്റെ കാര്യമുണ്ട് ഈ പറയുന്നത്. ഈ ഇവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഇവരെ വിടുന്ന നേരത്ത് പറയാണ്, അവരോട് ചോദിക്കുക, അവരാണ്. അപ്പൊ ഈ മത്സ്യവും കോയിനും എന്താ? ഈശോന് ടാക്സ് കൊടുക്കാൻ കാശ് കൊടുത്ത മത്സ്യമാണ്. ഇത് മത്സ്യത്തിനെ കുറിച്ചാണോ പറയുന്നത്? വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരെ കുറിച്ചുമാണ്. വി ആർ ദാറ്റ് ഫിഷ് ഹു ഗേവ് സം മണി ടു ഗോഡ്. എന്നോട് പറയാണ്, എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര ചമ്മൽ. കാരണം ഞാൻ ഇവർക്ക് എന്നെ ഭയങ്കര ബഹുമാനമാണ്. അവർക്ക് എന്നെ ഭയങ്കര ബഹുമാനമാണ്. ഞാൻ അത് മുഴുവനും പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. അവരിലെ റൂമിൽ നിന്ന് ആ വാതിലിൻ്റെ അവിടം വരെ എത്തുമ്പോൾ കർത്താവിൻ്റെ ചെവിക്ക് പിടിച്ച് പറയാൻ, നീ വേഗം പോയി ചോദിക്കില്ല. പിന്നെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഓടി ചെന്നിട്ട് പറഞ്ഞ, എക്സ്ക്യൂസ് മീ, ഒരു കാര്യം പറയാനുണ്ടോന്ന് വരണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞ് നിങ്ങളോട് പറയാൻ. എനിക്ക് ലജ്ജയുണ്ടെന്ന് പറയാൻ, പക്ഷേ ഇറ്റ് ഈസ് നോട്ട് മീ. പറയും തോമസ് പോളെ, നീ പറയും, നീ എന്ത് വേണമെങ്കിലും പറയും, നീ വയ്യാറിയോ, നീ നമ്മളൊരു കുടുംബമാരിയല്ലേ, നീ നമുക്ക് എന്തോരം സഹായം തന്നു, നിൻ്റെ വചനം എന്തോരം, ഇതൊക്കെ അവർ പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. ഞങ്ങൾക്ക് ഇന്നേ വരെ ഒരു വണ്ടിയില്ല സുവിശേഷ വേലയ്ക്ക്. ഞങ്ങൾ ആരുടെയെങ്കിലുമൊക്കെ വണ്ടി ഇങ്ങനെ ചോദിച്ച് കൊണ്ടു നടക്കാറ് പറ്റും. അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു വണ്ടി വേണം. അതാണ് വിഷയം. അത്രേ ഉള്ളൂ. എങ്ങനത്തെ വണ്ടി വേണം? ഒരു കോമ്പി, കുറേ സാധനങ്ങളൊക്കെ വെക്കാവുന്ന മാറ്റി ഇത്തിരി നീളമുള്ള വണ്ടിയായിരിക്കും. ശരി, ഞാൻ നോക്കട്ടെ. 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇയാൾ ഫോൺ വിളിച്ച് പറയാൻ, വണ്ടി റെഡി.
ഇയാൾ അവിടെ നിന്ന് പുറത്തിറങ്ങി, ആ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് പുറത്തിറങ്ങി ആ കോർണറിൽ വരുമ്പോൾ അവിടെ ഒരു വലിയ ബോർഡ്, സെക്കൻഡ് ഹാൻഡ് കാർസ് ഫോർ സെയിൽസ്. ഈ വണ്ടി സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്ന കടകളുണ്ടല്ലോ, വലിയ ഷോറൂംസ്. അപ്പോൾ അവർക്ക് തോന്നി ഇത് നമ്മളോട് പറയണമായി തോന്നി എന്ന് പറഞ്ഞു. നേരെ അവർ അതിനകത്തേക്ക് ഓടിച്ച് കയറി നോക്കിയപ്പോൾ ഓരോരുത്തർ എഴുതി വെച്ചിരിക്കുന്നു ഇത്രേ കോംബി, ഫോക്സ് വാഗൻ കോംബി ഇത്ര രൂപ. നോക്കിക്കഴിഞ്ഞപ്പോൾ ദാറ്റ് ഈസ് ക്വൈറ്റ് സൂട്ടബിൾ. ഉടനെ അത് കാശ് കൊടുത്ത് കച്ചവടമാക്കി അയാളുടെ പേരിൽ 6 മാസത്തെ ഇൻഷുറൻസും ടാക്സും അടച്ച് രജിസ്റ്റർ ചെയ്ത് 2 മണിക്കൂറിനകത്ത് വണ്ടി കൊണ്ട് വന്നേക്കണം. ഇത് കഴിഞ്ഞ് നമ്മുടെ ശുശ്രൂഷ വളർന്നു. ടെലിവിഷൻ്റെ ക്യാമറകളും സാധനങ്ങളും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഈ വണ്ടി കൊണ്ട് പോരാ, വണ്ടി വേറെ വേണം, അത് വലിയ വണ്ടി വേണം, ഒരു ബസ് തന്നെ വേണം, ഒരു വാൻ വേണം. അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഇതേമാതിരി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഞങ്ങൾക്ക് ഫോക്സ് വാഗൻ ട്രാൻസ്പോർട്ടർ 9 സീറ്റർ വേണം പ്രാർത്ഥിച്ചു. അപ്പോൾ ക്യാമറയും ഞങ്ങൾ അഞ്ചെട്ട് ആൾക്കാരും ഒക്കെ ആയിട്ട് വലിയ ടീമായിട്ട് പോകാം. പിറ്റേ ദിവസം ഒരു സഹോദരി വിളിച്ച് പറയാണ്, അങ്ങനത്തെ ഒരു വണ്ടി എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ കർത്താവിന് വേണ്ടി തരാൻ ആഗ്രഹിക്കുന്നു. വാസ്തവത്തിൽ അവൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളും ഇതേമാതിരി ഒരു വണ്ടി മേടിച്ച് അതിൻ്റെ കംപ്ലീറ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അവൾ ഇത്ര മാസം കൊണ്ട് അടച്ചോളാന്നുള്ള ബാങ്ക് ലോൺ എടുത്തിട്ട് വണ്ടി നമുക്ക് തരിക ചെയ്തു. അപ്പോൾ നമ്മൾ കർത്താവിനോട് സംസാരിക്കണം. സംസാരിക്കുമ്പോൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് നടന്നിരിക്കും, അത് നടന്ന് കഴിഞ്ഞിരിക്കും. ഇതല്ലേ പ്രാർത്ഥനയിലെ ഏറ്റവും നല്ലത്. നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ കർത്താവിനോട് പറയും. പക്ഷേ കർത്താവിന് നമ്മളോട് പറയാനുള്ളത് കേട്ടാലല്ലേ നമ്മളുടെ കാര്യത്തിന് പരിഹാരമുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? നമ്മളുടെ കാര്യങ്ങൾക്ക് പരിഹാരം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കർത്താവിനെ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ ഇതിനി പറഞ്ഞു നിങ്ങൾ വിഷമിപ്പിക്കണ്ട. കാരണം തോമസ് പോൾ നീ ഇതൊക്കെ പറയും, പക്ഷേ നീ കേൾക്കണമായിരുന്നു, ഞങ്ങൾ കേൾക്കൊന്നുമില്ല. ഇതാണ് നിങ്ങൾ ഇപ്പോഴേ തീരുമാനിച്ചു വെച്ചേക്കുന്നത്. ആണോ? അല്ല, ഞാൻ പറയും, എല്ലാവർക്കും കേൾക്കാം. ഞാൻ ഈ മദർ തെരേസ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിൽ 100% ഓഡിബിലിറ്റി ഉണ്ടാക്കിയിട്ട് ധ്യാനം കഴിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇൻറ്റിമസി ധ്യാനം എന്ന് പറയാതെ, ഇൻറ്റിമസി നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഈശോയുമായിട്ടൊരു പ്രണയം ഒരു ഇൻറ്റിമസിയിൽ കൊണ്ടുവന്നിട്ട് അവർ കൃത്യമായിട്ട് സ്വരം കേൾക്കുന്നത് വരെ അവർക്ക് കൗൺസിലിംഗ് കൊടുക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അത് വേറൊരു ധ്യാനം. 100% 60 സിസ്റ്റർ ഉണ്ടെങ്കിൽ 60 പേരും ദൈവസ്വരം കേൾപ്പിക്കും. അവർ പറയുകയാണ്, എൻ്റെ തോമസ് പോൾ ഇത്ര എന്നോടൊക്കെ സംസാരിക്കും. ഞങ്ങൾ വിചാരിച്ചേക്കണം മദർ തെരേസയോടൊക്കെ അല്ലേ സംസാരിക്കുള്ളൂ എന്നാണ്. ഏത് മദർ തെരേസ സിസ്റ്റേഴ്സ് പോലും. പിന്നെ ആകോ നമ്മൾ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം, ദൈവം സാധാരണക്കാരായ നമ്മളിൽ വസിക്കുന്നു, നമ്മളോട് സംസാരിക്കുന്നു. ഒന്ന് ആമേൻ പറഞ്ഞേ. നിങ്ങൾ ഇന്നു മുതൽ ഈ ശബ്ദം കേൾക്കാണ്ട് വിടരുത്. കർത്താവെ നീ എന്നോട് സംസാരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര വീര്യമായി, പ്രാർത്ഥിക്കാൻ വളരെ എളുപ്പമായി. ആ സ്വരം കേൾക്കാൻ നമ്മളെ പ്രേമിക്കുന്ന സ്നേഹിക്കുന്ന ഒരാളവിടെ എയർപോർട്ടിൽ വന്ന് നോക്കി നിൽക്കുമ്പോൾ നമ്മൾ പോകാതിരിക്കുമോ എന്ന മാതിരി ഒരു ഫീലായിരിക്കും രാവിലെ എണീറ്റ് പ്രാർത്ഥിക്കാൻ. രാവിലെ ചാടി എണീക്കും, എന്താ നമ്മളോട് സംസാരിക്കാനായിട്ട് ഒരാൾ നോക്കിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമ്മൾ വളരെയുള്ളൂ. അപ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിനും ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, ഒരാളോട് മാത്രം ചോദിച്ചാൽ മതി. അതാരാ? യേശു. ഞാൻ തന്നെ നിങ്ങളെ നയിക്കും. ഐ ആം ദ ഷെപ്പേർഡ്. നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളോട് വിശുദ്ധ കുർബാനയിലേക്ക് പോവുകയാണ്. വിശുദ്ധ കുർബാന ആരംഭിക്കാം. കുർബാന ആരംഭിക്കാൻ റെഡിയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവം സ്വരം ശ്രമിക്കുന്നത്. എന്റെ ശബ്ദം കേട്ട് കതൽ തുറക്കുന്നവന്റെ ഉള്ളിലേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണേ. ഞാൻ ഈ
വന്നപ്പോൾ മുതൽ എടുത്തു വെച്ചിരിക്കുകയാണ്. വിശ്വാസ പ്രമാണത്തിലെ നിക്ക കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം, നമ്മുടെ ലോങ് വിശ്വാസ റെഡിയാണ്. ഓക്കെ, ഇന്നിപ്പോൾ അവസാനിപ്പിക്കാം. ഇതിൽ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന് ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് നോക്കി. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു, പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും വിശ്വസിക്കുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും സാധാരണ ഒരു പ്രവർത്തനമാണ് സംസാരിക്കുക എന്നുള്ളത്. ഈ പ്രവാചകന്മാര് മുഴുവനിലും സംസാരിച്ചത് ഈ പരിശുദ്ധാത്മാവാണെങ്കിൽ ആ പ്രവചനത്തിന്റെ ആത്മാവിൽ നമ്മളിലുണ്ടോ? അവസാന ദിവസങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, അവർ എന്റെ യുവാക്കളും യുവതികളിലും പ്രവചിപ്പിക്കും. ഇത് സത്യമാണ്, ഇത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് ഇനി നിങ്ങൾ ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കേണ്ട, പരിശുദ്ധാത്മാവേ വരണമേ എന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിച്ചോ, ഞാൻ പറഞ്ഞ അതിന്റെ എക്സ്പ്രഷൻ എന്താ? പരിശുദ്ധാത്മാവേ നീ എന്നിൽ വസിക്കുന്നു, ഇതാ ഞാൻ, നീ സംസാരിച്ചോ. നീ സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ശ്രമിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മൾ എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഈ വിശുദ്ധ കുർബാനയുടെ അവസരത്തിൽ, വിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നിങ്ങൾ പ്രത്യേകിച്ച് 1 മിനിറ്റ് ഒന്ന് സംസാരിക്കാൻ നോക്കണം കേട്ടോ. അതിന് പറ്റിയ ഒരു സ്ലോ പാട്ട് പാടട്ടെ. നമ്മൾ ആ ദൈവ സ്വരം ശ്രവിക്കണം നമ്മൾ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. സോ നൗ വി മൂവ് ടു യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ. ടോണി ഗോഫി. നമ്മളുടെ പ്രോഗ്രാം ഇതുപോലെയാണ്.